താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത കാര്യങ്ങൾ വായിൽ തിരികെ കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമെന്നും വി.എസ്. പ്രതികരിച്ചു. അതേസമയം താൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും പിന്നീട് വി.എസ്. ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. മാധ്യമങ്ങളുടേത് തെമ്മാടിത്തരമാണെന്ന പ്രയോഗം പിൻവലിക്കുന്നതായും വി.എസ്. അറിയിച്ചു. ഇതെല്ലാം ശുദ്ധാസംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വി.എസ്. അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ചു പുറത്തു ചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് വി.എസ്. ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തന്റെ നിലപാടിലും മാറ്റമില്ലെന്ന് വി.എസ്. ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ അന്വേഷിക്കണമെന്ന് വി.എസ്. പരിഹസിച്ചു. ടി.പി. ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും വി.എസ്. വ്യക്തമാക്കി. R. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുമെന്നും വി.എസ്. വ്യക്തമാക്കി. ഒരു വിഭാഗം മാധ്യമങ്ങൾ UDF അഴിമതി ഭരണത്തിന്റെ സംരക്ഷകരായി മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിലെത്തും. BJP സംസ്ഥാനത്ത് ഒരു സീറ്റിലും വിജയിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ LDFന് അനുകൂലമായ ശക്തമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും UDFന്റെ അഴിമതി ഭരണം നിലനിർത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ വൃഥാശ്രമം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIMഉം പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിരന്തരം ശ്രമം നടത്തുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന ഈ കള്ളപ്രചാരണം പാർട്ടിയും വി.എസും ഒരേ സ്വരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് കോടിയേരി പറഞ്ഞു. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും. ചില മാധ്യമ പ്രവർത്തകന്മാർക്ക് അവരുടെ ഇത്തവണത്തെ ഉദ്ദേശം CPMനകത്ത് ഇപ്പോൾ ഏറ്റവും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. എല്ലാ പാർട്ടി മെമ്പറും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ദിവസേന ഒരു കഥയുണ്ടാക്കി ഈ ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെ നിങ്ങൾക്ക് രക്ഷിക്കണം. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ആ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ഇതിനകത്ത് എന്നെ വലിച്ചു വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ ആ വ്യവസായം തുടർന്നാൽ മതി. അത് വി.എസും പിണറായിയും പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ നടക്കൂല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ല. BJP ജയിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന മഞ്ചേശ്വരത്തുൾപ്പെടെ LDF വിജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ 4 മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒന്നാം സ്ഥാനത്താണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം LDF തന്നെ വിജയിക്കും. കേരളത്തിൽ BJP ജയിക്കുന്ന ഒരു മണ്ഡലവും ഇത്തവണയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പാർലമെന്റ് ഇലക്ഷനിൽ 4 മണ്ഡലത്തിൽ കേരളത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. ആ 4 മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചിരിക്കുന്നത്. നേമം, തിരുവനന്തപുരം, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDFഉം BJPയും തമ്മിൽ രഹസ്യധാരണയിലാണ് മത്സരമെന്നും കോടിയേരി ആരോപിച്ചു. മദ്യത്തിനെതിരെ ആത്മാർത്ഥതയുള്ള സമീപനം LDFന് തന്നെയാണ്. മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് LDF നയം. എന്നാൽ അടച്ചിട്ട ബാറുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാക്കി മാറ്റി വീണ്ടും ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്ന നയമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റേതെന്ന് കോടിയേരി പറഞ്ഞു. 1500 കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ അധികം വിട്ടു. ഗവൺമെന്റിന് 850 കോടി രൂപ അധികം ടാക്സ് കിട്ടി. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം. ഒരാളെ പോലും മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നയം കൊണ്ട് സാധിച്ചോ? ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 75 മുതൽ 81 വരെ സീറ്റുകൾ നേടി ഇടതുമുന്നണി അധികാരത്തിൽ എത്തുമെന്ന് ഏഷ്യാനെറ്റ് C4 അഭിപ്രായ സർവേ. UDF 56 മുതൽ 62 സീറ്റുകൾ നേടുമ്പോൾ 3 മുതൽ 5 വരെ സീറ്റ് നേടി NDA അക്കൗണ്ട് തുറക്കുമെന്നും സർവേയിൽ പറയുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ഇടതുമുന്നണിക്കാണ്. 40% LDFനും 37% UDFനും 18% NDAയ്ക്കും ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിദാന ഉത്തരവുകളും മദ്യനയവും UDF സർക്കാരിന് തിരിച്ചടിയാകുമെന്നും പ്രവചിക്കുന്നു.
UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 2011 UDF-നെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ അനുഭവിച്ചത്, എങ്ങനെയാണ് UDF-നെ കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും, ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോന്നവരല്ലേ കർഷകർ. അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ PK രാഗേഷ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും രാഗേഷ് വ്യക്തമാക്കി. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകുകയുള്ളൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കെ സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ പ്രഖ്യാപിക്കാത്തതിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പിക്കാനായി മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി വോട്ടർമാർക്ക് മുന്നിൽ എത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി. അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. തീർച്ചയായിട്ടും യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അൽമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് DCC അധ്യക്ഷൻ KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ പ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ചാഗിരി കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാദ സന്യാസി സന്തോഷ് മാധവന് ഭൂമി അനുവദിച്ചതിന് പിന്നിൽ വ്യവസായ വകുപ്പാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാക്കുറിപ്പ് പുറത്ത്. 127 ഏക്കർ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് തീരുമാനം വിവാദമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ വകുപ്പ് വച്ച കുറിപ്പാണ് പുറത്തുവന്നത്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കൃഷി പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് കുറിപ്പിലെ ആവശ്യം. സ്വകാര്യ മേഖലയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യം മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. വൈക്കത്തെ സമൃദ്ധി പ്രൊജക്ടിന് IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കൃഷി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇളവ് അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു.
ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചതോടെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ 95.44 ഏക്കറും കൊടുങ്ങല്ലൂരിൽ 32.41 ഏക്കറും അനുവദിച്ച് മാർച്ച് 2-ന് സർക്കാർ ഉത്തരവിറങ്ങി. 127 ഏക്കർ നെൽവയൽ നികത്തുന്നതിന് സന്തോഷ് മാധവന് നൽകിയ അനുമതി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡോക്ടർ തോമസ് ഐസക് MLA ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. വൈകിട്ട് 5:30 മണിയോടെയാണ് മലയാളികളുടെ പ്രിയതാരം ഭരത് മമ്മൂട്ടി മണ്ണഞ്ചേരി എന്ന ചെറു ഗ്രാമത്തിലെത്തിയത്. ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് മമ്മൂട്ടി വാചാലനായി. മൂലയ്ക്കും ഓരോ മൈക്ക് കെട്ടി പ്രചരണങ്ങളും ഭയങ്കര ജാഥകളും ഘോരഘോരമുള്ള പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ എഴുതി വിടുകയാണ്. വളരെ എളുപ്പമാണ്, തൊണ്ടയൊക്കെ വളരെ റെസ്റ്റാണ്. പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയക്കാർ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശബ്ദമൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ അവരുടെ ശബ്ദത്തിനൊരു കുഴപ്പമില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ പല ഒരു ലോക്കൽ പ്രവർത്തകർക്കും ഒക്കെ സുഖമില്ല, ഇലക്ഷൻ കഴിയും അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് മൊത്തം. അപ്പോൾ ഫേസ്ബുക്കിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തോമസ് ഐസക്ക് തൻ്റെ ആശയങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ ചിന്തകൾ, വീക്ഷണങ്ങൾ, തൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നമ്മളുമായി പങ്കുവെച്ചത് ഫേസ്ബുക്ക് ഡയറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഡോക്ടർ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച വാചകങ്ങൾ ചേർത്ത് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് തന്റെ ഗുരുവായ സാനുമാഷ് നൽകിക്കൊണ്ട് മമ്മൂട്ടി നിർവഹിച്ചത്. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂക്ക ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് ഡയറി പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈരളി TV USA-യും ന്യൂയോർക്കിലെ കേരള സെന്ററും സംയുക്തമായി കേരള ഇലക്ഷൻ 2016 ഡിബേറ്റ് സംഘടിപ്പിച്ചു. പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാശ് വാങ്ങി പതിച്ചു കൊടുക്കുകയും വീടുകൾ മദ്യശാലയാക്കുകയും ചെയ്ത ഗവൺമെന്റിനെ ജനം തൂത്തെറിയുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങും ഇല്ലാത്ത വികസനത്തിന്റെ പാത തെളിയിച്ച ഗവൺമെന്റാണ് UDF-ന്റേതെന്ന് മറ്റൊരു വിഭാഗവും അഭിപ്രായപ്പെട്ടു. കൈരളി TV ന്യൂയോർക്ക് പ്രതിനിധി ജോസ് കടാപ്പുറം മോഡറേറ്ററായ ഡിബേറ്റിൽ നിരവധി പേർ പങ്കെടുത്തു. കനയ്യകുമാർ അടക്കമുള്ള JNU വിദ്യാർത്ഥികൾക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയെന്ന കേസിൽ 3 മാധ്യമങ്ങൾക്കെതിരെ ദില്ലി പോലീസ് കേസെടുത്തു. സി ന്യൂസ്, ടൈംസ് നൗ, ന്യൂസ് X എന്നീ ചാനലുകൾക്കെതിരെയാണ് കേസെടുത്തത്. ഫെബ്രുവരി 9-ന് JNU-വിൽ നടന്ന കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ് സെമിനാറിനിടെ കന്നയ്യകുമാർ, ഉമർ ഖാലിദ് എന്നീ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച 3 ചാനലുകൾക്കെതിരെയാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സി ന്യൂസ്, ന്യൂസ് X, ടൈംസ് നൗ എന്നീ ചാനലുകൾക്കെതിരെയാണ് CRPC 200 വകുപ്പുകളിൽ ദില്ലി സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് ഫോറൻസിക് ലാബിലെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഈ വീഡിയോകൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് തെളിഞ്ഞിരുന്നു. ഈ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് മുമ്പാകെ കൈമാറി. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദശകലങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. ഈ വ്യാജ വീഡിയോകളുടെ പശ്ചാത്തലത്തിലാണ് ദില്ലി പോലീസ് JNU വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തീഹാർ ജയിലിൽ അടച്ചത്. ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ സഹായി ശില്പി തിവാരിയുടെ URL അഡ്രസ്സിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു. കേസ് തിങ്കളാഴ്ച ദില്ലി പാട്യാല ഹൌസ് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം ജില്ലാ കോടതി വളപ്പിലെ ജൈവ പച്ചക്കറിത്തോട്ടത്തിൽ വിളഞ്ഞ കായ്ക്കറികൾ വിളവെടുപ്പിലേക്ക്. തരിശു കിടന്ന 3/4 ഏക്കർ സ്ഥലത്താണ് അഭിഭാഷകർ 100 മേനി വിളവ് കൊയ്തത്. വിഷരഹിത പച്ചക്കറികൾ ശ്രീചിത്ര പൂർ ഹോമിന് കൈമാറാനാണ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ തീരുമാനം. തിരുവനന്തപുരം വഞ്ചൂർ കോടതി വളപ്പിലെത്തിയാൽ ആദ്യം ഏതു വ്യവഹാരിയും ഒന്നമ്പരക്കും. 3/4 ഏക്കർ പറമ്പിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന പടവലവും വെണ്ടയും തക്കാളിയും മുളകുമെല്ലാം കണ്ടാൽ കോടതി വളപ്പോ കൃഷിഭൂമിയോ എന്ന് സന്ദേഹം തോന്നിയേക്കാം. കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ജൈവ പച്ചക്കറി തുടങ്ങാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ഹൈക്കോടതി ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണനാണ്. മേൽക്കോടതി ആഗ്രഹിച്ചത് നടപ്പിൽ വരുത്താൻ ജില്ലാ ജഡ്ജി V ഷെർസിയും ACJM A ഇജാസും മുന്നിട്ടിറങ്ങിയപ്പോൾ സംഗതി 100 മേനി കൊയ്തു. ഒപ്പം അഭിഭാഷകരുടെ പിന്തുണയും കൃഷി വകുപ്പിന്റെ സഹായവും കൂടിയായപ്പോൾ കോടതി വളപ്പ് ഒരു പച്ചക്കറിത്തോട്ടമായി. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജയചന്ദ്രൻ: ഇത് സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കോടതികളിലുമൊക്കെ ഇങ്ങനെ വെറുതെയുള്ള സ്ഥലം കിടക്കുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്താൽ ഇത് ഒരു
സമൂഹത്തിനൊരു മാതൃകയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. തരിശു കിടന്ന ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറി ശ്രീചിത്ര പൂവർ ഹോമിലെ അന്തേവാസികൾക്ക് കൈമാറാനാണ് ജില്ലാ ജഡ്ജി വി ഷെർസിയുടെ തീരുമാനം. ഒപ്പം അഭിഭാഷകർക്ക് ന്യായവിലയിൽ പച്ചക്കറി ലഭിക്കുകയും ചെയ്യും. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും കടിച്ചു കീറുന്ന ലോ പോയിന്റുകൾക്കിടയിൽ കാറ്റത്ത് തലയാട്ടി നിൽക്കുന്ന പടവലവും വെണ്ടയും കാർഷിക സംസ്കാരത്തിന്റെ വേറിട്ട കഥ പറഞ്ഞുകൊണ്ട് തലയുയർത്തി തന്നെ നിൽക്കുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദനും ക്യാമറമാൻ അജിത്തിനുമൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കഴിഞ്ഞ 2 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ സ്വദേശി സാബു. നല്ല ആദായം ലഭിക്കുന്ന കൃഷി എന്നത് മാത്രമല്ല, മീനുകളോടുള്ള താല്പര്യം കൂടിയാണ് സാബുവിനെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത്. വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച ശേഷമാണ് സാബു മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷിരീതി പഠിച്ചാണ് ഇതിലേക്ക് വന്നതും. കുമ്പഴക്കടുത്തുള്ള പാറമട വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തുന്നത്. പഞ്ചായത്ത് നൽകിയ 6000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയും സ്വന്തമായി വാങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. നല്ല ആദായം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നാണ് സാബു പറയുന്നത്. ഈ സിലോപ്പിയൊക്കെ 3 കിലോ വരെ ഒരു വർഷം കൊണ്ടാകുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാമെന്ന്. അപ്പോൾ ഇത് കുളം മൊത്തം പറ്റിച്ചാൽ നമ്മൾ മീനെ പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, പിന്നെ പ്രായമായ വലുതായ മീനെ നമ്മൾ വിൽക്കുകയാണ്. പച്ചക്കറി മാലിന്യവും തണ്ണിമത്തനും മറ്റുമാണ് പ്രധാന ആഹാരങ്ങൾ. 1 വർഷം എത്തുമ്പോഴാണ് വിളവെടുക്കുക. ചെറു കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വലിയ മോട്ടോർ ഉപയോഗിച്ച് പാറമടയിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് വിളവെടുപ്പ്. ചില മത്സ്യങ്ങൾ അപ്പോഴേക്കും 1-2 കിലോയോളം വലുപ്പം വെക്കും. മറ്റ് കൃഷിരീതികൾ പിന്തുടരുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ മത്സ്യകൃഷിക്ക് നൽകണമെന്നാണ് സാബു പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി സജികുമാർ. സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ തന്നെയാണ് സജിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നല്ല മനസ്സും മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയവുമുണ്ടെങ്കിൽ കൃഷിക്ക് ഏക്കർ കണക്കിന് ഭൂമിയോ മറ്റു സൗകര്യങ്ങളോ വേണ്ടെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴ മണക്കാട് കുന്നുപുറത്ത് സജിമോൻ. വീടിന്റെ ടെറസിന് മുകളിലും അടുത്തുള്ള പുരയിടത്തിലുമെല്ലാം സജിയുടെ കുടുംബത്തിന്റെ ലാളനയിൽ വളരുന്നത് കാർഷിക കേരളത്തിന്റെ തനത് പച്ചക്കറികൾ മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവമായ പാലക്ക് മുതൽ തമിഴ്നാടൻ മധുരൈ അമ്പഴം വരെയുണ്ട്. സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് റേഷൻ കടക്കാരൻ കൂടിയായ സജിയെ മണ്ണിൽ പണിയെടുപ്പിക്കാൻ പഠിപ്പിച്ചത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ പച്ചക്കറി ടേസ്റ്റ് ഇന്ന് നമ്മൾ അനുഭവിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് നമുക്ക്. അതിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പല സാധനങ്ങളും നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പല സാധനങ്ങളും നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നട്ടുണ്ടാക്കി ഇപ്പം നമ്മളുടെ നാട്ടിലേക്കുള്ള പല ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വീട്ടിലെ പശുവിന്റെ ചാണകവും മറ്റു ജൈവ വളങ്ങളുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കീടനാശിനിയായി ചില ഘട്ടങ്ങളിൽ സജി ഉപയോഗിക്കുന്ന മരുന്ന് ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. സാക്ഷാൽ പെപ്സിയും കൊക്കക്കോളയും. ഈ വിഷം വാങ്ങിക്കുടിക്കുന്നവർ കൃഷിയിലേക്ക് തിരിയണമെന്നതാണ് സജിയുടെ കുടുംബത്തിന്റെ അഭിപ്രായം. സ്വയം നട്ടുവളർത്തുന്ന പച്ചക്കറിയുടെ രുചിയും ഒന്നു വേറെ തന്നെയെന്ന് സജിയുടെ ഭാര്യ സിന്ധുവും സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. കുട്ടികൾക്കായാലും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ ആയി എന്തും അവർക്ക് ബജ്ജി ഉണ്ടാക്കണേലും എന്തും ഉണ്ടാക്കണേലും ഇവിടെ വന്ന് കയറി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് എല്ലാം കൊണ്ടും നല്ല സന്തോഷമാണ്. പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തലും പരിമിതമായ സ്ഥലത്ത് സജി നടത്തുന്നുണ്ട്. ഒപ്പം പുതുപരീക്ഷണങ്ങളും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ചുള്ള മരച്ചീനി കൃഷി. മറ്റുള്ളവർക്ക് പ്രചോദനമായി വൈവിധ്യങ്ങൾ തേടിയുള്ള സജിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.